വർഷങ്ങളായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇപ്പോൾ പറയാൻ കേട്ടോ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. 5 വർഷം കാത്തിരുന്നു ഈ കടമ്പയൊന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 വർഷം മുമ്പ് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരോട് ചോദിക്കും, എന്ത് ചെയ്യും, പറ്റാവുന്ന പല പണികൾ ചെയ്തു നോക്കി. എൻ്റെ ജോലിയോടൊപ്പം ഒന്നും സക്സസ് ആയില്ല. കാടക്കോഴി, മുട്ടക്കോഴി, ആട്, പശു, പിന്നെ നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോഴും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് അത്രത്തോളം ഒരു വലിയ വരുമാന മാർഗം എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അതിലങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ള നേരം കിട്ടുന്നില്ല. ജോലി ഇതും കൂടി ഒത്തുപോകില്ല. പക്ഷെ സൈഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിരുന്നില്ല. മക്കളുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫ്രീ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കുഴപ്പമില്ലാതെ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 വർഷം മുമ്പ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടു. അന്ന് ചെറിയ മോള് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ, അമ്മ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട്. കാരണം അത്ര ബുദ്ധിമുട്ടാണ് ജീവിച്ച് പോകാനായിട്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ പിന്നെ ആകെ ചമ്മലായി. ഈ പ്രായത്തിൽ നാട്ടുകാരൊക്കെ കാണില്ലേ, ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് ഞാനത് അവിടെ വെച്ചു, നിർത്തി ആ പരിപാടി. പിന്നെ ഒരു 2 വർഷം കൂടി കാത്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളെ വരിഞ്ഞു മുറുക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾ, ഫിനാൻസിന്. അന്നേരം തോന്നി ആ ചാനലൊന്ന് പൊടിതെറ്റിയെടുത്താലോ. അങ്ങനെ വീണ്ടും അത് പൊടിതെറ്റിയെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ ആത്മാർത്ഥമായിട്ട് അതിൽ സത്യം പറഞ്ഞ് വീഡിയോസ് ഇടാനായിട്ട് പറ്റണില്ല. ഓരോരോ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ അടിച്ചടിച്ച് അമർത്തി താഴ്ത്തിക്കൊണ്ടിരിക്കുക. ജോലി അതാണല്ലോ നമ്മുടെ കഞ്ഞി ആയിരുന്നല്ലോ. അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് മറ്റൊന്നും പറ്റാതെ വന്നപ്പം അതങ്ങനെ. പിന്നെ മക്കളുടെ വിവാഹങ്ങൾ, മൂത്ത മോളുടെ പ്രസവം, അങ്ങനെ വന്ന് ഇതിലൊക്കെ നമ്മൾ ഈ ഒറ്റയാൾ പട്ടാളമായതുകൊണ്ട് നമുക്ക് യൂട്യൂബിലേക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. വേണം എന്നുള്ള ആഗ്രഹം ഇട്ട് കളഞ്ഞിട്ടില്ല. ആദ്യത്തെ ഫസ്റ്റ് 2 വർഷം മാത്രമാണെന്ന് മാറ്റി വെച്ചുള്ളൂ. പിന്നെ നമ്മൾ തുടരെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ പിന്നെ രണ്ടാമത്തെ മോളുടെ പ്രസവം കഴിഞ്ഞ് പോയി. അപ്പോൾ ഏതാണ്ട് കടമ്പ മോണിറ്റൈസേഷൻ്റെ ആ പടിവാതിക്കലേക്ക് എത്തുക. അപ്പോൾ ഞാൻ വിളിച്ചു വരുത്തി. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ആകും, നാളെ ആകും, മറ്റന്നാളാകും. അപ്പോൾ ഇത് കൈയോടെ ചെയ്ത് വിടണ്ടേ. എനിക്കാണെങ്കിൽ അതേക്കുറിച്ച് അത്ര അറിയില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മനസ്സ് വയ്ക്കാനുള്ള സമയം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ് വേറെ കാര്യം. അപ്പം മോളെ വിളിച്ചു വരുത്തിയപ്പോൾ എന്തുണ്ടായെന്നറിയോ, ഞാൻ ഒന്നും കൂടി ഡൗൺ ആയിപ്പോയി. എൻ്റെ വാച്ചർ വീണ്ടും താന്ന് പോന്നു. മോളെ വിളിച്ചു വരുത്തിയ കാര്യമൊക്കെ നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതാകെ വിഷമമായി. പിന്നെ അവർ കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് വീണ്ടും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വാച്ചർ അങ്ങനെ അമ്പേ താന്ന് പോയി. പിന്നെ ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് അമൃതാനന്ദമയെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. അമ്മയുടെ അനുഗ്രഹം എനിക്ക് നല്ലപോലെ ഉണ്ടായി. 2 ദിവസം കൊണ്ട് ശരാശരി 1000 വീതം വാച്ചവർ അങ്ങോട്ട് കയറി. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയാം കേട്ടോ. എല്ലാവർക്കും നന്ദി പറയാം. അതിൽ കുറേ കമൻറ്റുകൾ വന്നു. നല്ലൊരു വ്യൂസും വാച്ചവറും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്കത് കിട്ടിട്ടോ. ഏതാണ്ട് ഒരു 150 മേളിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടി ആ ഒരു വീഡിയോയിൽ. അങ്ങനെ ആ ഒരൊറ്റ വീഡിയോയിൽ. കാരണം യൂട്യൂബിൽ തന്നെ അറിയാം എത്രയോ നാളായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കനിവ്, ഒരു കണ്ണ് തുറക്കൽ അത് ആവാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. ഇനിയിപ്പോൾ എനിക്ക് പാൻ കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പോയി അപ്ലൈ ചെയ്തു. ഇന്നലെയാണ് എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിടപ്പായിപ്പോയി. അപ്ലൈ ചെയ്തു. 2-3 ദിവസത്തിനുള്ളിൽ വരുമായിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് വിടണം. ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആകണം. കാരണം ആ കടമ്പ കടന്നില്ലേ, മോണിറ്റൈസേഷൻ എന്നുള്ള കടമ്പ കടന്നു. ഇനി നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് വിചാരിക്കേണ്ടത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ പരമാവധി വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് എൻ്റെ കടബാധ്യതകളിൽ നിന്ന് കരകയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഒരു തരി പൊന്നു വാങ്ങണമെന്നായിരുന്നു പണ്ടെൻ്റെ ആഗ്രഹം. അല്ല, കടങ്ങളുടെ ഒപ്പം തന്നെ ഒരു തരി പൊന്നു വാങ്ങിയിടണം. പക്ഷേ ഇപ്പോൾ പൊന്നിനൊക്കെ എന്താ വില? പൊന്നൊക്കെ വാങ്ങാൻ പറ്റുമോ?
അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കട്ടെ, ആഗ്രഹങ്ങളായിട്ടൊക്കെ തന്നെ അവിടെ കിടക്കട്ടെ. ഒന്നെങ്കിൽ നമ്മൾ ആ പൊന്നിൻ്റെ ലെവലിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ പൊന്നിൻ്റെ വില നമ്മളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരണം. ഇതിലേതെങ്കിലും ഒന്നും സംഭവിക്കാണ്ട് പൊന്നും സ്വർണ്ണമൊന്നും വാങ്ങുന്ന പരിപാടിയില്ല. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് സ്വപ്നം കാണുന്നുമില്ല. എനിക്ക് എൻ്റെ കുറച്ച് കടങ്ങളൊക്കെ ഒന്ന് വീട്ടി മനസ്സമാധാനം, ഒറ്റ കാര്യം നേടിയെടുക്കുന്ന ആഗ്രഹമുണ്ട്. മനസ്സമാധാനം വേണം. കടക്കാരൊന്നും നമ്മളെ വിളിക്കാണ്ട്, കടബാധ്യതയിൽപ്പെട്ട് കിടന്നുറങ്ങാണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ച നിങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുക. ഇനിയും ഈ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം, എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.